എവിടെ പോണ്? അതെ, എന്റെ പൊന്നൂസ് പറഞ്ഞ കണക്ക് നമ്മൾ ഗുരുവായൂരിൽ പോവുകയാണ്. പൊന്നൂസിന് ഗുരുവായൂർ തമ്പാനെ കാണാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് കടയ്ക്കാർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളെ ട്രെയിൻ ഇതുവരെ വന്നില്ല, കുറച്ച് ലേറ്റ് ആണ്. നമ്മൾ പോണത് ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് പോണത്. അതിൽ സീറ്റ് എല്ലാം ബുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ AC കോച്ചാണ് എടുത്തത്. അതിലാണ് ഇപ്പൊ പോകാൻ പോണത്. അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിനിലൊക്കെ കയറി. പൊന്നൂസിനാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയി. പിന്നെ അവനെ ഉറക്കിയിട്ട് അവന്റെ കൂടെ കിടക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ ട്രെയിനിൽ. രാവിലെ ആയി നേരെ ഒന്ന് വെട്ടം വെച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് അമ്മേനെ കൂടെ കുത്തിപ്പൊക്കി എണീപ്പിച്ച്. എന്നിട്ട് പൊന്നൂടെ നേരത്തെ എണീറ്റ് ഇരിപ്പുണ്ട്. അവന് ചായ വേണമെന്ന് പറഞ്ഞ് അവൻ നേരത്തെ എണീറ്റ് ഇരിപ്പുണ്ട്. മാമച്ചി കിടന്നവന്റെ. പിന്നെ അത് കഴിഞ്ഞ് പൊന്നൂസിന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ മേടിച്ചു കൊടുത്ത് അത് അവിടെ ഇരുന്ന് കുലുങ്ങി 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 കുടിക്കുന്നുണ്ട്. ഒരു ചായ കുടിക്കുന്നതിന് തന്നെ എന്റെ പൊന്നൂസ് എക്സ്പ്രഷൻ ഇട്ട് തരുന്നുണ്ടെങ്കിൽ നാക്കൊക്കെ നീട്ടി ചിരിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ വണ്ടി സ്റ്റോപ്പ് ആക്കിയിരിക്കുകയാണ്. കുറച്ചു നേരം ഇനി പിടിച്ചിടോ ഇല്ലേന്നൊന്നും അറിയാൻ വയ്യ. അങ്ങനെ നമ്മൾ അവസാനം ഗുരുവായൂർ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൊന്നു താര തോളിലിരിക്കുന്നതൊക്കെ മാമച്ചിയുടെ തോളിൽ ഇരിക്കുകയാണ്. നമ്മൾ ഗുരുവായൂരിലെത്തി. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ മാമച്ചിയും പൊന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ച്. എന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എവിടെയെങ്കിലും നല്ല ഹോം സ്റ്റേ ഉണ്ടെങ്കിൽ അവിടെ ആക്കാൻ. അങ്ങനെ ആ പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുവന്നത് ഈ ഗോവിന്ദ് റോയൽ ഹോംസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. AC ഉണ്ട്, നോൺ AC ഉണ്ട്. അത്യാവശ്യം നല്ല റൂമായിരുന്നു. പൊന്നു മാമച്ചി എന്താ ഉടനെ കട്ടിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട്. TV ഉണ്ട്, കണക്കിന് ഒരു വലിയ സോഫ. പിന്നെ അത്യാവശ്യം നല്ല നല്ല ഇതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാത്റൂം ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല, നല്ലതായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ രാവിലെ ഒത്തിരി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 7-8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ കുളിച്ച് അങ്ങനെ റെഡിയാക്കി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു 9 മണിയായി. ഇനി ഒരു 9:30-എങ്കിലും ഇറങ്ങണമെന്നും പറഞ്ഞാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയെ റെഡി ആയിട്ടുണ്ട്. പൊന്നുനെ ഞാൻ നേരത്തെ റെഡിയാക്കി അവന് പാൻറ്റൊക്കെ ഇടിയിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. മാമച്ചീൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. രാവിലെ നമ്മൾ ഹോട്ടലിൽ കൊണ്ടുവന്ന് ആക്കിയ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ മതി അമ്പലത്തിലോട്ടെന്ന്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് നടക്കുകയാണ്. എൻ്റെ പൊന്നു തോളിക്കയറി ഇരിപ്പുണ്ട്. അവസാനം നമ്മൾ അമ്പലത്തിലോട്ട് എത്തിയതിനു ശേഷം എന്നുള്ളതാണ് ഈ കാണുന്നത്. പൊന്നു താഴത്തോട്ട് ഇറങ്ങുന്നില്ല. ഇത്ര ആൾക്കാരെ കണ്ടപ്പോൾ പിന്നെ ഒട്ടും ഇറങ്ങുന്നില്ല. ചേട്ടൻ പറഞ്ഞ ഫോണും പേഴ്സും എല്ലാം ഇങ്ങനെ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് വരാന്ന്. എടുക്കാൻ പോയപ്പോൾ ഒരാൾ അവിടെ നിന്ന് എന്നെ ബാക്കിൽ നിന്ന് ആരാന്ത് വിളിച്ചു പറഞ്ഞിട്ട് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാം ചേട്ടൻ്റെ കൊടുത്ത് വിട്ടു ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ എല്ലാ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ട് കയറി തൊഴുത് നന്നായിട്ട് തൊഴാൻ പറ്റി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് നമ്മൾ റൂമിൽ വന്ന് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡും കൂടെ കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് റൂമിലോട്ട്. ഇവിടെ ഒരാള് തളർന്ന് ക്ഷീണിച്ച് ഫോണും നോക്കി കിടക്കുകയാണ്. ന്യൂസും മാമച്ചിയും കൂടെ അടി കൂടുന്നുണ്ട്. അവർ എപ്പോഴും രണ്ടുപേരും കീരിയും പാമ്പുമാണ്, അടി കൂടി കളിച്ചോണ്ടിരിക്കും. റൂമിൽ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഗുരുവായൂർ അപ്പുറപ്പുറം സൈഡിൽ കുറെ വിരിക്കടകളുണ്ടല്ലോ, അതൊക്കെ കാണാനാണ് പൊന്നൂസിനെയും കൊണ്ട് പോയത്. പൊന്നു നടക്കുന്നുണ്ടില്ലേ, ആദ്യമേ പോവേണ്. മാമച്ചിയുടെ കൈയും പിടിച്ച് മാമച്ചിയും പൊന്നും കൂടെ എല്ലാ കടയിലും കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഒരു സാധനവും മേടിക്കുന്നില്ല. കയറുന്നുമുണ്ട് ഇറങ്ങുന്നുമുണ്ട്. ഒന്നും കണ്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണ്, ആ വില കൊണ്ടാണ്, ഒന്നും അറിയാൻ വയ്യ. ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ അമ്മ എന്തൊക്കെയോ ആനയുടെ ഫോട്ടോയും പിന്നെ ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹങ്ങളും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചില്ല. പക്ഷെ അമ്മ എല്ലാം നോക്കുന്നുണ്ട്, റേറ്റൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്, ഈ കണ്ടതിൽ വെച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഇത്. ഇങ്ങനെ ഒരു ചുവരിൽ ഫുള്ള് ഫ്രെയിംസ്, അങ്ങ് അറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഫുള്ളുണ്ട്. കുറേ ഫോട്ടോകള് കണ്ട അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു പോകുന്ന അത്രയ്ക്ക് അധികം നല്ല മനോഹരമായ കുറേ ഉണ്ടായിരുന്നു ഫോട്ടോസുകൾ. കൃഷ്ണൻ്റെതും രാധയുടേതും ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞിലത്തെ കുറേ ഫോട്ടോസ്, അത് കണക്ക് തന്നെ. പിന്നെ വെണ്ണ കട്ട് തിന്നുന്നതിന്റെ ഫോട്ടോസ്, പിന്നെ ആനയുടേത്, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട്. ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അമ്മ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. ഒരു വെണ്ണ കട്ട് തിന്നുന്ന ഉണ്ണിക്കണ്ണന്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നടന്ന് എല്ലാം കണ്ടു വന്നപ്പോഴത്തേക്ക് വയറുന്നൊരു വിളി, വിശക്കുന്നേന്ന്. അത് ആ പൊന്നൂസിനും ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ തന്നെ കണ്ടൊരു കടയിൽ കയറി ഇരിക്കുകയാണ്. ചോറും ഉണ്ട്, ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചോറ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചോറിന് വരവനും കാത്ത് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. പൊന്നൂസിന് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് കുറച്ച് ചൂടുവെള്ളം കൊടുത്തോണ്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഊണ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പാത്രത്തിൽ ചോറും ഒരു പാത്രത്തിൽ കറികളുമായിട്ടാണ് വന്നത്. ചോറിന്റെ കൂടെ കൂട്ടാനായിട്ട് അവിയലുണ്ടായിരുന്നു, തോര ഉണ്ടായിരുന്നു, നല്ല കട്ട തൈര് ഉണ്ടായിരുന്നു, പിന്നെ പപ്പടവും പായസവും ഉണ്ടായിരുന്നു, പിന്നെ ഒരു പച്ചടി ഉണ്ടായിരുന്നു. ഇത്രയാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊന്നിന് പിന്നെ പപ്പടവും തൈരും ഉണ്ടെങ്കിൽ അവൻ അതാണ് ഇഷ്ടം. അവൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചതാ. വായൊക്കെ കഴുകി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വീഴ്ത്തതിന് ശേഷം ആ സന്തോഷത്തിലാണ് ഈ പൊന്നു ഓടുന്നത് മൊത്തം. നമ്മൾ തിരിച്ച് റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫോൺ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഒരുത്തെ ഓടയാണ് ഇവിടെ. റൂമിൽ വന്ന് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരുങ്ങി പോണത് നമ്മൾ വേറൊരു അമ്പലത്തിൽ പോകാനായിട്ടാണ്. ഇത് ഞാൻ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. 150 രൂപയായി ഈ ഒരു കമ്മല്. എനിക്ക് ഇഷ്ടപ്പെട്ട്.
അപ്പൊ ഈ കമ്മലൊക്കെ ഇട്ട് വേറൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പൊ പോവാൻ പോണത് വടക്കുംനാഥനെ കാണാനായിട്ടാണ്. ഇനി ഇതുവരെ പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എപ്പൊ ഗുരുവായൂർ വന്നാലും ഞാൻ ആഗ്രഹിക്കും അവിടെ കയറണം, അവിടെ കയറിയാൽ തൊഴണമെന്ന്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ നമ്മളിതാ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ബസ്സിലാണ് പോണത് തൃശ്ശൂർ വരെ. കാരണം തൃശ്ശൂരിലാണല്ലോ നമ്മളെ വടക്കുംനാഥൻ ഉള്ളത്. എനിക്ക് ഉള്ളിൽ നല്ല വിഷമവും സങ്കടവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്തവണ എനിക്ക് ഇനി വടക്കുംനാഥനെ കാണാൻ പറ്റില്ലയോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. കാരണം ബസ് നല്ല ലേറ്റായിരുന്നു. നമ്മൾ ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ടെങ്കിലും ബസ് ഒരു 1.5 മണിക്കൂറോളം ലേറ്റായിരുന്നു. പിന്നെ ഏറ്റവും പിറകിൽ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ, ഹലോ എന്ന് വിളിച്ചപ്പോൾ അവിടെ നിന്ന് കാണിക്കുന്നുണ്ടല്ലേ. പിന്നെ എൻ്റെ പൊന്ന് നല്ല ഉറക്കമായി ബസ്സിൽ കയറിയതും. നല്ല ഉറക്കമെന്ന് വെച്ചാൽ നല്ല ഉറക്കമായി. ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നതല്ലേ, നല്ല ബസ് നല്ല കുലുങ്ങി കുലുങ്ങി പോയിട്ട് നല്ല ഉറക്കമായിരുന്നു. തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലാണ്. കാരണം റിസർവേഷൻ ചെയ്യണമായിരുന്നു. നമ്മൾ തിരിച്ചുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നല്ലോ ട്രെയിനിൽ. അപ്പം അതിന് റിസർവേഷൻ ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ നല്ല ക്യൂവും തിരക്കുമായിരുന്നു. അങ്ങനെയും കുറേ സമയം പോയി. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇരുട്ടി തുടങ്ങി, ഇനി എപ്പോഴാന്ന് തോന്നുന്നു. ലാസ്റ്റ് അവസാനം നമ്മൾ വടക്കുംനാഥൻ്റെ അടുത്ത് എത്തി. കുറച്ച് ഇരുട്ടിപ്പോയി, എന്നാലും നമ്മൾ എത്തി. അമ്മയുടെ കയ്യിലും എൻ്റെ കയ്യിലും ഒക്കെ ലഗേജുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെവിടെയെങ്കിലും വെക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അമ്പലത്തിന്റെ സൈഡിൽ തന്നെ ക്ലോക്ക് റൂം പോലെ ഉണ്ട്. അവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ചേട്ടനാണ് പറഞ്ഞത് പെട്ടെന്ന് പൊക്കോ, ഇപ്പം നടയടിക്കുമെന്ന്. അങ്ങനെ നമ്മൾ അതെല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് അകത്ത് കയറി കണ്ട് വടക്കുംനാഥനെ കണ്ട് കണ്ണിറയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ചുറ്റും ഒരുപാട് തൊഴുവുണ്ടായിരുന്നു. പക്ഷെ ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ വ്യക്തമായില്ല. എല്ലായിടത്തും തൊഴുത് ഓരോരുത്തര് നടന്ന് തൊഴുന്നതിന്റെ പിറകെ പോയി എന്നാണ് തൊഴുത്. കാരണം എവിടെ തൊഴുതിട്ടാണ് അടുത്ത സ്ഥലത്ത് പോണത് എന്നൊന്നും അറിയാൻ വയ്യ. ചുറ്റി തൊഴുവാൻ ഒരുപാട് ഇതുണ്ടായിരുന്നു, സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും ഇരുട്ടും കൂടെ ആയപ്പോ ഒന്നും പിടികിട്ടിയില്ല. അവിടെ വടക്കുന്നാഥന്റെ മുമ്പ് 2 കൊച്ചു കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടാ. ഒന്ന് എന്റെ പൊന്നൂസാണ്, ഒന്ന് പൊന്നൂസിന്റെ മാമച്ചിയും. എന്നെ തൊട്ടേ, എന്നെ പിടിച്ചോ, ഇന്നതാ പിടിച്ചില്ല, അതാ ഓടിക്കളഞ്ഞേ എന്നും പറഞ്ഞിവിടെ ഓടിക്കളിയായിരുന്നു 2 പേർക്കും പരിപാടി. എന്റെ ചേട്ടനാണെങ്കിൽ വലിയ കാര്യത്തിൽ മുണ്ടൊക്കെ എടുത്തോണ്ടാണ് വന്നത്. വടക്കുന്നാഥനകത്ത് കയറി തൊഴുവാൻ നേരത്തെ മുണ്ടുടുത്ത് കയറാന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ വന്ന് ഉടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ പുള്ളിക്കാരൻ പറഞ്ഞത് പെട്ടെന്ന് ചെന്നോ നട അടയ്ക്ക് വന്നു. പിന്നെ മുണ്ടൊന്നും ഉടുക്കാൻ നിന്നില്ല, ഒരൊറ്റ ഓട്ടോ വരുന്നത്. നമ്മൾ വടക്കുന്നാഥന്റെ അവിടെ നിന്ന് പിന്നെ നേരെ ബസ് കയറി വന്ന റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. കാരണം നമ്മളെ ലഗേജുകളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കണമായിരുന്നു. 10 മണിക്ക് കഴിഞ്ഞ് ട്രെയിൻ ഉള്ളൂ. അപ്പൊ അത്രയും നേരം നമ്മൾ ഈ ലഗേജ് ചുമന്നുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. അപ്പൊ പിന്നെ നമ്മൾ അത് അവിടെ കൊണ്ട് വെച്ച് ലഗേജുകളെല്ലാം. ഇനി നമ്മൾ നേരെ പോണത് ഫുഡ് കഴിക്കാനാണ്. കാരണം ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ഫുഡ്. അതിലെ ഫുഡൊന്നും കൊള്ളല്ലോ, അതുകൊണ്ട് അതൊന്നും കഴിക്കാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ നേരെ വന്നിരിക്കുന്ന അറേബ്യൻ ഗ്രില്ലിലോട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത്, പക്ഷെ എന്റെ ചേട്ടൻ പറഞ്ഞു നമുക്ക് കുഴിമന്തി മേടിക്കാന്നും പറഞ്ഞ് അങ്ങനെ കുഴിമന്തി മേടിച്ച്. കുഴിമന്തിയുടെ സൈഡ് ഡിഷ് ആയിട്ടുള്ള മയോണൈസും തക്കാളി ചട്നിയും സലാഡും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറകെ തന്നെ നമ്മളെ മന്തിയും വന്നിട്ടുണ്ട്. സത്യം പറയാലോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കുഴിമന്തി നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേതാൽ മന്തി എൻ്റെ ഫേവറേറ്റ് ആണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ചിക്കന് നല്ല പുളിപ്പുണ്ടായിരുന്നു. പിന്നെ റൈസ് ആണെങ്കിലും നല്ല വലിയ റൈസ് അല്ല, ഇത്തിരി കൂടെ ചെറിയ റൈസാണ്. പിന്നെ ഒരു ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. അവിടുത്തെ ഒരു ടേസ്റ്റ് ഇനി ആ ടേസ്റ്റ് ആണോ എന്നറിയില്ല, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. കുറച്ചെടുത്ത് ഞാൻ പൊന്നൂനും കൊടുക്കുന്നുണ്ട്. ചോറ് മാത്രമേ ഞാൻ കൊടുത്തോളാം, ചിക്കൻ ഞാൻ കൊടുത്തില്ല. ചിക്കൻ അവന് വേണ്ടെന്ന് പറഞ്ഞു. ചോറ് കുറച്ചെടുത്ത് കൊടുത്തപ്പോൾ ചോറ് കഴിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കടയിൽ നിന്ന് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ എൻ്റെ പൊന്ന് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ പിന്നെ നേരെ പോയ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ട്രെയിൻ വരുന്നതും കാത്തൊരു ഇരിപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ചാടി കയറി ആ പൊന്നിനെ താഴത്തെ സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. അമ്മേനെ പിടിച്ച് മുകളിലേക്ക് കയറ്റി. ഇനി ഒരു ഉറക്കം. ഇനി ട്രെയിൻ അങ്ങ് ചെന്ന് കടയ്ക്കാവരെത്തുമ്പം നമ്മൾ എണീക്കും. വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്ക് കടയ്ക്കാർ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങി കൊച്ചണ്ണനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊച്ചണ്ണൻ കാറുമായിട്ട് വന്ന് ലഗേജ് ഒക്കെ അതിൽ വെച്ച് തോളിക്കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ എൻ്റെ പൊന്നൂസ്. അതിനെ വാങ്ങിച്ച് ഞാനും കാറിൽ കയറി ഗുരുവായൂരപ്പനെയും കണ്ട് കുറേ നാളത്തെ ആഗ്രഹമായ വടക്കുന്നാഥനെയും കണ്ടിട്ട് ഞാൻ അതായത് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും